ഗുഡ് മോർണിംഗ്. സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സോഷ്യോളജിയിൽ നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ഡെഫിനിഷൻ ഓഫ് സോഷ്യോളജി എന്ന് പറയുന്ന അതിൽ വരുന്ന ഓരോരോ ആൾക്കാരുടെ ഡെഫിനിഷൻസ്, ഓരോരോ ഫിലോസഫർ അല്ലെങ്കിൽ തിയറിസ്റ്റ് ഒക്കെ പറഞ്ഞ ഡെഫിനിഷൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് കുറേ സോഷ്യോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറിസ്റ്റിൻ്റെ പേരുകളും അവരുടെ കോൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇപ്പോൾ ക്ലാസ് കാണുക, ഒരു തിയറിസ്റ്റിൻ്റെ കോൺസെപ്റ്റ്സ് ഒക്കെ പറഞ്ഞു തരുന്നത് മനസ്സിലാക്കുക, കോൺസെപ്റ്റ് എന്താണ്, അതിൽ പറയുന്ന മീനിങ് എന്താണ്, അത് ആരുടെയാണ് എന്ന് പഠിച്ചു വെക്കുക. അല്ലാതെ ഇപ്പം നോൺ സോഷ്യോളജി സ്റ്റുഡൻസ്, അതായത് സൈക്കോളജിയോ മറ്റ് സോഷ്യൽ വർക്കോ ഹോം സയൻസോ പഠിച്ച മറ്റു കുട്ടികളുണ്ടാവുമല്ലോ, അവരെന്താണ് സോഷ്യോളജി നമ്മൾ CDPO എന്ന് പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യാനാണ് നോക്കുന്നത്. ഇപ്പം നിങ്ങൾ സോഷ്യോളജി പഠിക്കുമ്പോൾ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ഭയങ്കര ഡീപ്പായിട്ട് പഠിക്കാനല്ല എന്താണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. നമ്മുടെ എയിം എന്താണ്, നമുക്ക് CDPO എന്ന് പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യണം. അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്താണ്, നിങ്ങൾക്ക് ഓരോന്നും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ എന്താണ് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും എന്ന് പറയണം എന്നില്ല. കാരണം ഓരോ കോൺസെപ്റ്റും ഓരോ തിയറിസ്റ്റിൻ്റെയും വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡെഫിനിഷൻ ഓഫ് സോഷ്യോളജി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് സോഷ്യോളജിയുടെ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് പറയാം. സോഷ്യോളജി വിച്ച് ഹാഡ് വൺസ് ബീൻ ട്രീറ്റഡ് ആസ് സോഷ്യൽ ഫിലോസഫി. സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന് സോഷ്യോളജി എന്ന് തന്നെ ആദ്യം പേര് ഉണ്ടായിരുന്നില്ല. അതിനു മുന്നേ അതിനൊരു സോഷ്യൽ ഫിലോസഫി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓർ ദി ഫിലോസഫി ഓഫ് ഹിസ്റ്ററി, അല്ലെങ്കിൽ എന്താണ് ഹിസ്റ്ററീൻ്റെ ഫിലോസഫി, ഒന്നില്ലെങ്കിൽ സോഷ്യൽ ഫിലോസഫി അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ നമ്മുടെ ചരിത്രത്തിന്റെ എന്താണ് ഫിലോസഫി ആയിട്ടാണ് നമ്മൾ ആദ്യം സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തിനെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എമേർജ്ഡ് ആസ് ആൻ ഇൻഡിപെൻഡന്റ് സോഷ്യൽ സയൻസ് ഇൻ 19th century. അത് കഴിഞ്ഞിട്ട്, അതായത് ഈ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് ഒരു 19th century അല്ലെങ്കിൽ 19th to ഒരു 20th century എന്ന് നമുക്ക് പറയാം. ഈ ഒരു സമയത്താണ് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ ആ ഒരു സബ്ജക്റ്റ്, സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഹെഡിങ് ആയിട്ട് അത് മാറിയത്. നമ്മൾ എപ്പോഴും പറയുമ്പോൾ സോഷ്യോളജി ഒരു യങ് ഡിസിപ്ലിൻ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് പുതിയതായിട്ട് എമേർജ് ചെയ്ത് വന്നൊരു ഡിസിപ്ലിനാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. പെട്ടെന്ന് ഒരു 20th century, ഒരു 19th അല്ലെങ്കിൽ 20th century അല്ലെങ്കിൽ 19th to 20th century ഇവോൾവ് ചെയ്ത് വന്ന ഒരു യങ് ഡിസിപ്ലിനാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. Auguste Comte, a Frenchman, is traditionally considered to be the father of sociology. Very important. അപ്പോൾ ഫാദർ ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണ് ആൻസർ? Auguste Comte ആണ് ഫാദർ ഓഫ് സോഷ്യോളജി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. Comte is credited with the coining of the term sociology in 1839. അപ്പോൾ സോഷ്യോളജി എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്ത ആരാണ്? കോംറ്റ് ആണ്. കോംറ്റ് തന്നെയാണ് Auguste Comte തന്നെയാണ് Auguste Comte ഫ്രഞ്ച് ഫിലോസഫറാണ്. കോംറ്റ് തന്നെയാണ് നമ്മൾ ഫാദർ ഓഫ് സോഷ്യോളജി എന്നും നമ്മൾ അക്നോളജ് ചെയ്ത് വിളിക്കുന്നതും Auguste Comte തന്നെയാണ്. ആൻഡ് ഹി ഈസ് ഓൾസോ ക്രെഡിറ്റഡ് വിത്ത് ദി കോയിനിങ് ഓഫ് ദി ടേം സോഷ്യോളജി ഇൻ 1893. സോഷ്യോളജി ഈസ് കമ്പോസ്ഡ് ഓഫ് 2 words. അപ്പം ആ ഒരു ടേമിന് നമ്മൾ ബ്രേക്ക് ചെയ്യണം, നമ്മൾ ഒരു എറ്റിമോളജി അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. എറ്റിമോളജി എന്താണ്? ആ ഒരു ഒറിജിൻ, ആ വേർഡിൻ്റെ മീനിങ്, ഇതിനെല്ലാമാണ് നമ്മൾ എറ്റിമോളജി എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യോളജി എന്ന് പറയുന്ന വേർഡ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? അവിടെ സോഷ്യസ് എന്ന് പറയുന്ന ഫസ്റ്റ് വേർഡ് ഉണ്ട്. സോ ഇതാണ് സോഷ്യോളജി. ഈ ഒരു വേർഡിനെയാണ് നമ്മൾ സോഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് സോഷ്യസിൻ്റെ മീനിങ് എന്താണ്? സോഷ്യസ് എന്ന് പറഞ്ഞാൽ കമ്പാനിയൻ എന്നാണ് അർത്ഥം. ഒരു കൂട്ടുകാരൻ, ഒരു കമ്പാനിയൻഷിപ്പ്, അങ്ങനെ നമ്മൾ പറയില്ലേ, അതിനെയാണ് സോഷ്യസ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. കമ്പാനിയൻ അല്ലെങ്കിൽ ഒരു അസോസിയേറ്റ്. ആൻഡ് ലോഗോസ്, ലോജ് കണ്ടോ, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലോഗോസ് എന്നാണ് വിളിക്കുന്നത്. ലോഗോസ് മീനിങ് സയൻസ് ഓഫ് സ്റ്റഡി. അപ്പോൾ എന്താണ് ഒരു സയൻസ് ഓഫ് കമ്പാനിയൻഷിപ്പ് അല്ലെങ്കിൽ സയൻസ് ഓഫ് സ്റ്റഡിങ് സൊസൈറ്റി ആണ് സോഷ്യോളജി എന്ന് പറയുന്ന വേർഡ് മീനിങ് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് വേർഡ് ബൈ വേർഡ് എടുക്കുമ്പോൾ സോഷ്യോളജി എന്ന് പറയുന്ന വേർഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ടെർമിനോളജിയുടെ മീനിങ് നമുക്ക് എന്തെന്ന് മനസ്സിലാക്കാം? ഇറ്റ് ഈസ് ദി സയൻസ് ഓഫ് സൊസൈറ്റി. ഇറ്റ് ഈസ് ദി സയൻസ് ഓഫ് സൊസൈറ്റി. ഓക്കെ, ജോൺ സ്റ്റുവാർട്ട് മിൽ, അനദർ സോഷ്യൽ തിങ്കർ. അപ്പോൾ ജോൺ സ്റ്റുവാർട്ട് മിൽ എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരു സോഷ്യൽ തിങ്കറാണ്. ആൻഡ് ഫിലോസഫർ ഓഫ് ദി 19th century പ്രപ്പോസ്ഡ് വേർഡ് എത്തോളജി ഫോർ ദിസ് ന്യൂ സയൻസ്. എന്താണ്?
എത്തോളജി എന്ന് പറയുന്ന വേർഡ്, സോഷ്യോളജിക്ക് എത്തോളജി എന്ന് പറയുന്ന ഒരു വേർഡ് കൊടുത്ത ആരാണ്? ജോൺ സ്റ്റുവാർട്ട് മില്ലാണ്. ജോൺ സ്റ്റുവാർട്ട് മിൽ. ഇനി നിങ്ങൾക്ക് മറ്റൊരു വേർഡും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. സോഷ്യൽ ഫിസിക്സ്. ഓക്കെ, സോഷ്യൽ ഫിസിക്സ്. അപ്പോൾ നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ വേർഡ് കോയിൻ ചെയ്ത് അഗസ്കോംറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിനെല്ലാം മുന്നേ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഫിലോസഫിക്കൽ ഐഡിയോളജി അറിയപ്പെട്ടിരുന്നത് സോഷ്യൽ ഫിസിക്സ് എന്ന് പറയുന്ന പേരിലായിരുന്നു. സോഷ്യൽ ഫിസിക്സ് എന്ന് പറയുന്ന പേരിലായിരുന്നു. ഈ സോഷ്യൽ ഫിസിക്സ് എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നത് സെയിന്റ് സൈമൺ എന്ന് പറയുന്ന ഫിലോസഫറാണ്. SAINT, സെയിന്റ് സൈമൺ. നിങ്ങളിത് നോട്ട് ചെയ്ത് വെക്കണം. സെയിന്റ് സൈമൺ എന്ന് പറയുന്ന ഫിലോസഫറാണ് എന്ത് സോഷ്യൽ ഫിസിക്സ് എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഓക്കെ, സോഷ്യൽ ഫിസിക്സ് പിന്നെയാണ് എന്ത് കോംറ്റ് സോഷ്യൽ ഫിസിക്സിന് അഗസ്കോംറ്റ് ഡെഫിനിഷൻ നൽകുകയും അതിനെ അദ്ദേഹം സോഷ്യോളജി എന്ന് പറയുന്ന വേർഡ് വെച്ച് അക്നോളജ് ചെയ്യുകയും ചെയ്തത്. ഓക്കെ, സോ ഫ്രം സോഷ്യൽ ഫിസിക്സ് ടു സോഷ്യോളജി. സോഷ്യൽ ഫിസിക്സ് സെയിന്റ് സൈമണിന്റെ ആണ്, സോഷ്യോളജി ആരുടെയാണ്? അഗസ്റ്റ് കോംറ്റിന്റെ ആണ്. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഹെർബർട്ട് സ്പെൻസർ മറ്റൊരു തിയറിസ്റ്റ് ആണ്. ഹെർബർട്ട് സ്പെൻസർ ഡെവലപ്ഡ് സിസ്റ്റമാറ്റിക് study of society and adopted the word sociology in his works. അത് കഴിഞ്ഞ് പിന്നെ ഹെർബർട്ട് സ്പെൻസർ അഗസ്കോംറ്റിന്റെ കോൺട്രിബ്യൂഷൻസിന് ശേഷം എന്ത് ചെയ്തു? ഹെർബർട്ട് സ്പെൻസർ മാത്രമല്ല മറ്റ് തിങ്കേഴ്സും എന്ത് ചെയ്തു? നമ്മുടെ സൊസൈറ്റീനെ പറ്റി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡീസ് കൊണ്ടുവരികയും പിന്നെ അതിനെ എന്ത് ചെയ്തു? അവരും തന്നെ സോഷ്യോളജി എന്ന് പറയുന്ന ആ സബ്ജക്റ്റിന് സോഷ്യോളജി എന്ന് പറയുന്ന ടേം അവരും എന്ത് ചെയ്തു? യൂസ് ചെയ്ത് തുടങ്ങി. വിത്ത് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് സ്പെൻസർ ആൻഡ് അതർ, സോഷ്യോളജി ബിക്കം ദി പെർമനന്റ് നെയിം ഓഫ് ന്യൂ സയൻസ്. അങ്ങനെ എന്ത് ചെയ്തു? ബാക്കിയുള്ളവരും ആ ഒരു ടേം യൂസ് ചെയ്ത് തുടങ്ങിയതും പിന്നെ അവരുടെ ഈച്ച് ഓഫ് ദി ഇൻഡിവിജ്വൽസ്, അതായത് ഹെർബർട്ട് സ്പെൻസർ അല്ലെങ്കിൽ മറ്റ് തിങ്കേഴ്സിന്റെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ കൊണ്ട് അതൊരു പെർമനന്റ് ആയിട്ടുള്ള നെയിമായിട്ട് മാറി. എന്ത്? സോഷ്യോളജി. ഓക്കെ, സോഷ്യോളജിയാണ് പെർമനന്റ് നെയിമായിട്ട് മാറിയത്. Sociology has been defined in a number of ways by different sociologists. അപ്പോൾ ഓരോ സോഷ്യോളജിസ്റ്റും സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഡെഫിനിഷൻസ് വേറെ വേറെ രീതിയിലാണെന്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. No single definition has yet been accepted as completely satisfactory. അപ്പോൾ ഒരു സിംഗിൾ ഡെഫിനേഷൻ കൊണ്ട് നമുക്ക് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ഡിഫൈൻ ചെയ്ത് ഒതുക്കാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. പല പല ഡെഫിനേഷൻസ് പല പല തിങ്കേഴ്സ് എന്ത് ചെയ്യുന്നു? സോഷ്യോളജിനെ പറ്റി പറയുന്നു. ഓക്കെ, അപ്പോൾ ഇൻഫാക്ട് there are as many definitions as there are sociologists. ശരിക്കും എത്രയധികം സോഷ്യോളജിസ്റ്റ് ഉണ്ടോ അത്രയധികം ഡെഫിനേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത്രയും ഡെഫിനേഷൻസ് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഡെഫിനേഷൻസ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ആൻഡ് ഫോർ ആ പർപ്പസ് ഓഫ് സ്റ്റഡി a few definitions may be cited here. അപ്പോൾ നമുക്കിനി നോക്കാം എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള ഡെഫിനേഷൻസ്, അത് ആരൊക്കെ പറഞ്ഞതാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞു അഗസ്കോംറ്റ് ആരാണ്? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കൂ. ഹൂസ് അഗസ്കോംറ്റ്? is the father of sociology and he coined the term sociology. അപ്പോൾ അഗസ്കോംറ്റിന്റെ ഡെഫിനേഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം. അഗസ്കോംറ്റ്, the founding father of sociology, defines sociology as the science of social phenomena. എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? അതൊരു സയൻസ് ആണ്. എന്തിൻ്റെ? സോഷ്യൽ ഫിനോമിന. നമ്മുടെ സൊസൈറ്റിയിൽ സംഭവിക്കുന്ന ഓരോരോ കാര്യങ്ങൾ, അതിനാണ് നമ്മൾ ഫിനോമിന എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള സയൻസ്, അതാണ് എന്ത്? സോഷ്യോളജി എന്ന് പറയുന്നത്. സബ്ജക്ട് ടു നാച്ചുറൽ ആൻഡ് ഇൻവേരിയബിൾ ലോസ്, ദ ഡിസ്കവറി ഓഫ് വിച്ച് ഇസ് ദി ഒബ്ജക്റ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ സൊസൈറ്റിയിൽ ആദ്യമേ ഉള്ള, അത് മാത്രമല്ല ഇൻവേരിയബിൾ ആയിട്ടുള്ള ലോസ്, നമ്മുടെ സൊസൈറ്റിയിലുള്ള വാല്യൂസ്, കസ്റ്റംസ്, മോറൽസ്, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ദ ഡിസ്കവറി ഓഫ് വിച്ച് നമ്മൾ ഇതിനെല്ലാം നമ്മൾ സോഷ്യോളജിയിൽ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഇൻവേരിയബിൾ ആയിട്ടുള്ള ലോസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നു. ഓഫ് വിച്ച് ഇസ് ദി ഒബ്ജക്റ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഇതെല്ലാമാണ് നമ്മൾ സോഷ്യോളജി എന്ന് പറയുന്ന ഡിസിപ്ലിനിൽ പഠിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരോ, ഇപ്പം നമ്മൾ മാരേജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കുകയാണെന്ന് വിചാരിക്കുക. അതിനെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങൾ കണ്ടുപിടിച്ചും വായിച്ചും അതാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് മനസ്സിലാക്കി നമ്മൾ പഠിക്കുന്നു. അതാണ് സോഷ്യോളജി എന്ന് ആര് പറയുന്നു? അഗസ്കോംറ്റ്
പറയുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് കീവേഡ്സ് നോക്കി വെക്കുക. എങ്കിൽ മാത്രമേ എന്താണ് ഡെഫിനേഷൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആരുടെയാണ് ആ ഡെഫിനേഷൻ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ഇവിടെ എന്തൊക്കെയായിരിക്കും കീവേഡ്? സോഷ്യൽ ഫിനോമിന വരും, ഇല്ലെങ്കിൽ എന്താണ് നാച്ചുറൽ ആൻഡ് ഇൻവേരിയബിൾ ലോസ് എന്താണ്, അതാണ് അഗസ്റ്റ് കോംറ്റിൻ്റെ ഡെഫിനേഷൻ ഓഫ് സോഷ്യോളജിയുടെ കീവേഡായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ അഗസ്റ്റ് കോംറ്റിൻ്റെ ഡെഫിനേഷൻ വായിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് എഴുതുന്ന ബുക്ക് എടുക്കുക. അഗസ്റ്റ് കോംറ്റ് തിങ്കേഴ്സ് കീവേഡ് എന്ന് 2 ഹെഡിങ് കൊടുക്കുക. അഗസ്റ്റ് കോംറ്റ് എഴുതുക, അഗസ്റ്റ് കോംറ്റിൻ്റെ കീവേഡ് എന്താണെന്ന് എഴുതി വെക്കുക. അടുത്ത് ഓരോരോ തിങ്കറിനും കീവേഡ് എന്തായിരിക്കുമെന്ന് നിങ്ങൾ എഴുതി വെക്കുക. അത് നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അഗസ്റ്റ് കോംറ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് ഇസ് കിങ്സ്ലി ഡേവിസ്. കിങ്സ്ലി ഡേവിസ് സേസ് ദാറ്റ് സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ജനറൽ സയൻസ് ഓഫ് സൊസൈറ്റി. വെരി എന്താണ് നോർമൽ ഡെഫിനിഷൻ, ബട്ട് ഇതൊരു ജനറൽ ഡെഫിനിഷനാണ്. എന്താണ് ഇറ്റ് ഇസ് എന്താണ് ജനറൽ സയൻസ് ഓഫ് സൊസൈറ്റി. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ വരാം? ഒന്നും സ്പെസിഫിക് ആയിട്ട് നമ്മളോട് എന്താണ് ഈ ഒരു ഡെഫിനിഷനിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ സൊസൈറ്റിയിലുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് നമ്മുടെ സോഷ്യോളജിയിൽ ഉൾപ്പെടുന്നുവെന്ന് ആണ് നമ്മൾ ഈ ഡെഫിനിഷനിൽ നിന്നും എന്താണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, കിങ്സ്ലി ഡേവിസ് സേസ് ദാറ്റ് സോഷ്യോളജി ഈസ് എ ജനറൽ സയൻസ് ഓഫ് സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ജനറൽ സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെയാണെന്ത് നമ്മൾ സോഷ്യോളജി എന്ന് പറയുന്നതെന്ന് കിങ്സ്ലി ഡേവിസ് പറഞ്ഞു. നെക്സ്റ്റ് എന്താണ്? ഹാരി എം ജോൺസനെ ഡെഫിനിഷനാണ്. സോ ഹാരി എം ജോൺസൺ ഒപ്പൈൻസ് ദാറ്റ് എന്താണ്? ഒപ്പൈൻസ് എന്ന് പറഞ്ഞാൽ അഭിപ്രായപ്പെടുന്നു. എന്താണ്? സോഷ്യോളജി ഇസ് ദ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് സോഷ്യൽ ഗ്രൂപ്പ്സ്. അപ്പം നമ്മൾ സോഷ്യോളജി പഠിക്കുമ്പോൾ എപ്പോഴും പറയാണ് ഇൻഡിവിജ്വൽസ് എല്ലാം കൂടി ചേർന്ന് ഒരു ഗ്രൂപ്പ് കളക്ഷൻ ഓഫ് ഗ്രൂപ്പ് ആവുന്നതിനാണെന്ത് സോഷ്യോളജി എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പ്സിനാണെന്ത് നമ്മൾ സൊസൈറ്റിയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇൻഡിവിജ്വൽസിന് ഇമ്പോർട്ടൻസ് ഇല്ലെന്നല്ല, ഗ്രൂപ്പാണെന്ത് സ്റ്റഡി ഓഫ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴാണെന്ത് കുറച്ചുകൂടി എന്താണ് അതൊരു സോഷ്യോളജി അല്ലെങ്കിൽ സൊസൈറ്റി ആയിട്ട് മാറുന്നതെന്ന് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ഇൻഡിവിജ്വൽസ് ഉണ്ടായാൽ മാത്രം പോരാ, ബട്ട് ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യണം? ഒരു ഗ്രൂപ്പായിട്ട് മാറണം എപ്പോഴും എന്താണ് സോഷ്യോളജി അല്ലെങ്കിൽ സൊസൈറ്റി ആവാൻ വേണ്ടിയിട്ട്. സോ ആ സോഷ്യൽ ഗ്രൂപ്പ്സിനെ പഠിക്കുന്നതാണ് സോഷ്യോളജി എന്ന് ആര് പറഞ്ഞു? ഹാരി എം ജോൺസൺ പറഞ്ഞു. ഹാരി എം ജോൺസൺ കീവേഡ് എന്തായിരിക്കും? സ്റ്റഡിയിങ് സോഷ്യൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഡീൽസ് വിത്ത് സോഷ്യൽ ഗ്രൂപ്പ്സ്. ഓക്കെ, നെക്സ്റ്റ് ഇമാൽ ഡോക്ക്ഹൈം. ഇമാൽ ഡോക്ക്ഹൈം ഡിഫൈൻസ് സോഷ്യോളജി ആസ് ദി സയൻസ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സയൻസ് അല്ലെങ്കിൽ സ്റ്റഡിയാണ് സോഷ്യോളജി എന്ന് ആര് പറഞ്ഞു? ഇമാൽ ഡോക്ക്ഹൈം പറഞ്ഞു. എന്താണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്? സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസ്ഡ് സിസ്റ്റമാണ്. ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റമാണ്. അതെന്ത് ചെയ്യുന്നു? സൊസൈറ്റിയിലുള്ള എല്ലാ ഇൻഡിവിജ്വൽസിനെയും അല്ലെങ്കിൽ ഗ്രൂപ്പ്സിനെയും ആ സിസ്റ്റം എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു. എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു? അവരുടെ വാല്യൂസും റൂൾസും നോംസും മൊറാൽസും ഒക്കെ വെച്ചിട്ട് നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാരെ എന്ത് ചെയ്യുന്നു? ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൺട്രോൾ ചെയ്യുന്നു. അതൊരു ഓർഗനൈസ്ഡ് സിസ്റ്റമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുക? ഫാമിലി, റിലീജിയൻ, ഗവൺമെൻറ്, സ്കൂൾ, ഇതെല്ലാം എന്താണ് നമ്മുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട്. ഇത് കുറച്ച് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം എന്താണ് നമുക്ക് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്ന് പറയാം. ഇവരെല്ലാം എന്താണ് ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റമാണ്. ഫാമിലി എന്താണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നില്ലേ? ഫാമിലി എന്താണ് നമുക്ക് സോഷ്യലൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, നമുക്ക് വേണ്ടിയിട്ടുള്ള വാല്യൂസും നോംസൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ ബിഹേവ് ചെയ്യേണ്ട, എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇതെല്ലാം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫാമിലിയിൽ നിന്നാണ് കിട്ടുന്നത്. ആലോചിച്ച് നോക്കുക. റിലീജിയൻ നമ്മളെ കൺട്രോൾ ചെയ്യുന്നില്ലേ? ഗവൺമെൻറ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നില്ലേ? സ്കൂളും നമ്മളെ കൺട്രോൾ ചെയ്യുന്നില്ലേ? നമ്മൾ കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ഒരു കുട്ടീനെ സ്കൂളിൽ ചേർക്കുമ്പോഴായിരിക്കും എന്താണ് നമ്മൾ കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആയിട്ട് ബിഹേവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇന്ന നേരത്ത് എന്താണ് സ്കൂളിൽ വരുന്നു, ഇത്ര സമയം ഒരു വിഷയം പഠിക്കുന്നു, ഇത്ര സമയം മറ്റൊരു വിഷയം പഠിക്കുന്നു, ഇത്ര കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നു. ഇതെല്ലാം എന്താണ്? പിന്നെ ഒരു ഡിസിപ്ലിൻ, ഒരു ഷെയറിങ് മെൻറ്റാലിറ്റിയൊക്കെ നമുക്ക് എവിടെ നിന്നാണ് വരുന്നത്? സ്കൂളിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ ഓരോ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഓരോരോ ഫങ്ഷൻസ് ആയിരിക്കും എന്താ നമ്മുടെ സൊസൈറ്റിയിൽ പെർഫോം ചെയ്യാൻ ഉണ്ടാവുന്നത്. ആ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കുന്നതാണ് സോഷ്യോളജി എന്ന് ആര് പറഞ്ഞു? ഇമാൽ ഡോക്ക്ഹൈം പറഞ്ഞു. ഓക്കെ, പിന്നെ
നെക്സ്റ്റ് ആരാണ്? പാർക്ക് എന്ന് പറയുന്ന ആളെന്ത് പറഞ്ഞു? റിഗാർഡ് സോഷ്യോളജി ആസ് ദി സയൻസ് ഓഫ് കളക്റ്റീവ് ബിഹേവിയർ. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കളക്റ്റീവ് ബിഹേവിയറിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ആസ്പെക്റ്റ് ആണ് എന്ത്? സോഷ്യോളജി എന്ന് പറഞ്ഞു. കളക്റ്റീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മുടെ സൊസൈറ്റിയിലുള്ള, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഒരു സൊസൈറ്റി എടുക്കുക, തിരുവനന്തപുരത്തുള്ള സൊസൈറ്റി എന്ന് പഠിക്കുക. അവിടെയുള്ള എല്ലാവരുടെയും എന്താണ്? കളക്റ്റീവ് ബിഹേവിയർ. അവരെങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്, എങ്ങനെയൊക്കെയാണ് മറ്റുള്ളവരോട് ഇടപെടുന്നത്, എങ്ങനെയൊക്കെ ഒരു കാര്യം കിട്ടുമ്പോൾ അവർ ചിന്തിക്കുന്നു, എങ്ങനെയൊക്കെ അവർ ആക്ഷൻ എടുക്കുന്നു, ഇതിനെല്ലാം കുറിച്ച് പഠിക്കുന്നത്. അതിനെയാണ് കളക്റ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് സോഷ്യോളജി എന്ന് ആര് പറഞ്ഞു? പാർക്ക് പറഞ്ഞു. ഓക്കെ. പിന്നെ സ്മോൾ എന്ന് പറയുന്നതൊരു തിങ്കറാണ്. സ്മോൾ ഡിഫൈൻ സോഷ്യോളജി ആസ് ദി സയൻസ് ഓഫ് സോഷ്യൽ റിലേഷൻസ്. നമ്മൾ എന്താണ്? സയൻസ് ഓഫ് സോഷ്യൽ റിലേഷൻസ് ആണ് എന്ത്? സോഷ്യോളജി എന്ന് ആര് പറഞ്ഞു? സ്മോൾ പറഞ്ഞു. എന്താണ്? നമുക്ക് മറ്റുള്ളവരോടുള്ള നമ്മുടെ ബന്ധങ്ങൾ, ആ ബന്ധങ്ങളെക്കുറിച്ച്, ആ റിലേഷൻസിനെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ത്? സോഷ്യോളജി എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ വീട്ടുകാരോടുള്ള ബന്ധം, നമുക്ക് നമ്മുടെ നെയ്ബേഴ്സിനോട് അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിലുള്ള മറ്റാൾക്കാരോടുള്ള, നമ്മുടെ ഫ്രണ്ട്സിനോടുള്ള, നമ്മുടെ ടീച്ചേഴ്സിനോടുള്ള ഈ റിലേഷൻസ് എല്ലാം എന്താണ്? ഈ ഒരു ഡെഫിനേഷനിൽ വരും. ഓക്കെ. പിന്നെന്താണ്? മാർഷൽ ജോൺസ് ഡിഫൈൻ സോഷ്യോളജി ആസ് ദി സ്റ്റഡി ഓഫ് മാൻ ഇൻ റിലേഷൻഷിപ്പ് ടു മെൻ. മാൻ ഇൻ റിലേഷൻഷിപ്പ് ടു മെൻ. എന്താണ്? മനുഷ്യന് മറ്റൊരു മനുഷ്യനുമായിട്ടുള്ള റിലേഷൻ. അതായത് എന്താണ്? ഇവിടെ എന്താണ്? ഈ ഡെഫിനേഷനിൽ നിങ്ങൾ നോക്കൂ, സോഷ്യൽ റിലേഷൻസ് എന്ന് പറയുന്നൊരു ബ്രോഡ് ടേം ആയിട്ട് അത് പറഞ്ഞു. അപ്പോൾ സോഷ്യൽ റിലേഷൻസിൽ ഇവിടെ മാൻ ആണോ അല്ലെങ്കിൽ ആനിമൽസ് ആണോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ എന്തായിരിക്കും? ഹ്യൂമൻ ബീയിങ്ങിൻ്റെ റിലേഷൻ ആണെന്ന് എന്ത് ചെയ്യുന്നു? നമ്മൾ അസ്യൂം ചെയ്യുന്നതായിരിക്കാം. പക്ഷെ ഇവിടെ എന്താണ്? മാൻ, മനുഷ്യന് മറ്റൊരു മനുഷ്യനോടുള്ള, ഇൻ റിലേഷൻഷിപ്പ് ടു മെൻ, ജീവിയോടുള്ള, മറ്റ് മനുഷ്യരോടുള്ള റിലേഷനെ കുറിച്ച് പഠിക്കുന്നതാണ് സോഷ്യോളജി എന്ന് ആര് പറഞ്ഞു? മാർഷൽ ജോൺസ് പറഞ്ഞു. ഓക്കെ. പിന്നെ ഓഗ്ബോൺ ആൻഡ് നിംകോഫ് ഡിഫൈൻ സോഷ്യോളജി ആസ് ദി സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സോഷ്യൽ ലൈഫ്. നമ്മുടെ സാമൂഹിക ജീവിതം, അതിനെയാണ് നമ്മൾ എന്ത്? സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത്. ആ സാമൂഹിക ജീവിതത്തിനെ കുറിച്ച് നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് പഠനം നടത്തുന്നതിനാണ് സോഷ്യോളജി എന്ന് ആര് പറഞ്ഞു? ഓഗ്ബോൺ ആൻഡ് നിംകോഫ് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഡെഫിനേഷൻസ് കേൾക്കുമ്പോൾ എന്താണ്? ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. ഡെഫിനറ്റ്ലി സിമ്പിളാണ്. പക്ഷേ എവിടെയാണ് കൺഫ്യൂഷൻ വരുന്നത്? ഇന്ന ഡെഫിനേഷൻ ആരാണ് പറഞ്ഞത് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് എന്താ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റണം എന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നേരത്തെ പറഞ്ഞതുപോലെ കീവേഡ്സ് വെച്ച് പഠിക്കുക, അത് എഴുതി വെക്കുക, റിവൈസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ. പിന്നെ എന്താണ്? ഫ്രാങ്ക്ലിൻ ഹെൻറി ഗിഡിങ്സ് അല്ലെങ്കിൽ FH ഗിഡിങ്സ് എന്നാണ് നമ്മൾ എന്താണ് പോപ്പുലർലി പറയുന്നത്. ഡിഫൈൻ സോഷ്യോളജി ആസ് ദി സയൻസ് ഓഫ് സോഷ്യൽ ഫിനോമിന. സോഷ്യൽ ഫിനോമിന എന്താണ്? നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ സോഷ്യൽ ഫിനോമിന എന്ന് പറയുന്നത്. ആ സോഷ്യൽ ഫിനോമിനയെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സയൻസ്, അതിനെയാണ് സോഷ്യോളജി എന്ന് FH ഗിഡിങ്സ് പറഞ്ഞു. പിന്നെ ഹെൻറി ഫെയർചൈൽഡ് ഡിഫൈൻ സോഷ്യോളജി ആസ് എ സ്റ്റഡി ഓഫ് മാൻ. എന്താണ്? നമ്മൾ മനുഷ്യനെ കുറിച്ച് പഠിക്കുന്നു. ആൻഡ് ഇസ് ഹ്യൂമൻ എൻവയോൺമെൻറ്റ്. ആ മനുഷ്യന് ചുറ്റുമുള്ള, ഇപ്പം നമ്മളെന്താണ്? മനുഷ്യന്മാരാണ്. നമ്മളെക്കുറിച്ച് പഠിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള എൻവയോൺമെൻറ്റ്, മനുഷ്യരാശിയെ കുറിച്ചുള്ള ചുറ്റുമുള്ള എൻവയോൺമെൻറ്റ്, അതിനെക്കുറിച്ച് പഠിക്കുന്നു. ഇൻ ദ റിലേഷൻസ് ടു ഈച്ച് അതർ. അവരുടെ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റിലേഷൻസിനെ കുറിച്ചും എന്താണ് പഠിക്കുന്നതാണ് സോഷ്യോളജി എന്ന് ഹെൻറി ഫെയർചൈൽഡ് പറയുന്നു. പിന്നെ മാക്സ് വെബർ എന്താണ് പറയുന്നത്? ഹി ഡിഫൈൻ സോഷ്യോളജി ആസ് ദി സയൻസ് which attempts the interpretative understanding of social action. ഇവിടെ സോഷ്യൽ ആക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മാക്സ് വെബറിനെ കുറിച്ച് എന്താണ് നമുക്ക് മറ്റൊരു ക്ലാസ് വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. പക്ഷേ സിംപ്ലി എന്താണ് സോഷ്യൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ആക്ട് ചെയ്യുന്നു നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പോൾ എന്താണ് എപ്പോഴും എന്താണ് മറ്റൊരാളുടെ അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് ചുറ്റുമുള്ളവരുടെ ഇൻഫ്ലുവൻസിലായിരിക്കും എന്താണ് നമ്മൾ നമ്മുടെ സോഷ്യൽ ആക്ഷൻസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, നമ്മളൊരു ഫ്രണ്ടിനെ കാണുന്നു. നമ്മൾ കൂടെ പഠിച്ചതായിരിക്കാം, നമ്മളല്ലെ കൂടെ ഇപ്പോൾ പഠിക്കുന്നതായിരിക്കാം, ആരുമാവട്ടെ, നമ്മൾ ആ ഫ്രണ്ടിനെ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? ഹലോ എന്ന് നമ്മൾ പറയുന്നു. അതെന്തുകൊണ്ടാണ്? ആ ഒരു ഫ്രണ്ട് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് നമുക്ക് അവിടെ ഉള്ളതുകൊണ്ടാണ്. ആ കുട്ടി അവിടെ ഫ്രണ്ടായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. ആ കുട്ടീനെ നമ്മൾ കാണുന്നു. അപ്പോൾ എന്താണ്? ആ ഒരു ഇൻഫ്ലുവൻസിലാണ്, ആ കുട്ടിയുടെ ഇൻഫ്ലുവൻസിലാണ് എന്ത് നമ്മൾ ഹായ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്നും നമുക്കുണ്ടാവുന്ന ഇൻഫ്ലുവൻസിൽ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിനെയാണ് നമ്മൾ സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വെബറിൻ്റെ കോൺസെപ്റ്റാണ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇൻ്റർപ്രിറ്റേറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സോഷ്യൽ ആക്ഷനെ കുറിച്ച് നമ്മൾ വളരെ ക്രിട്ടിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നു. അതിനെയാണ് നമ്മൾ ഇൻ്റർപ്രിറ്റേറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഇൻ ഓർഡർ ഡയബൈ ടു അറൈവ് അറ്റ് എ
കോസൽ എക്സ്പ്ലനേഷൻ ഓഫ് ഇറ്റ്സ് കോസ് ആൻഡ് എഫക്ട്സ്. എന്താണ് കോസൽ എക്സ്പ്ലനേഷൻ? അതിനെന്താണ് ഒരു കോസ് ആൻഡ് എഫക്റ്റ് വേണം. അതായത് ഒരു കാര്യം നടക്കുന്നു, ആ കാര്യം നടക്കാനൊരു കാരണവും ആ കാര്യം നടക്കുകയും വേണം. അതിനെയാണ് നമ്മൾ കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. ആ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എന്താണ് അവിടെ ഉണ്ടാവണം. അത് മനസ്സിലാക്കുന്നതാണ് സോഷ്യോളജി എന്ന് ആര് പറഞ്ഞു? മാക്സ് വെബർ പറഞ്ഞു. അപ്പോൾ മാക്സ് വെബറിൻ്റെ കീ വേർഡാണ് സോഷ്യൽ ആക്ഷൻ. സോഷ്യൽ ആക്ഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആയിരുന്നെന്ന് പറഞ്ഞാൽ മാക്സ് വെബർ. ഡെഫിനേഷനിൽ സോഷ്യൽ ആക്ഷൻ ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി മാക്സ് വെബറിൻ്റെ ഡെഫിനേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ സോഷ്യൽ ആക്ഷനും അതുപോലെ തന്നെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എന്താണ് മാക്സ് വെബറിൻ്റെ ഡെഫിനേഷൻ്റെ കീവേഡാണ്. ഓക്കെ, അലക്സ് ഇംഗ്ലസ് എന്ന് പറയുന്ന തിങ്കർ, അദ്ദേഹം എന്ത് പറയുന്നു? സോഷ്യോളജി ഇസ് ദി സ്റ്റഡി ഓഫ് സിസ്റ്റംസ് ഓഫ് സോഷ്യൽ ആക്ഷൻ ആൻഡ് ഓഫ് ദെയർ ഇന്റർ റിലേഷൻസ്. അപ്പോൾ എന്താണ് ഇവിടെയും എന്താണ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്ന വേർഡ് ഉണ്ട്, പക്ഷെ എന്താണ് സ്റ്റഡി ഓഫ് സിസ്റ്റംസ് ഓഫ് സോഷ്യൽ ആക്ഷൻ ആണ് ആൻഡ് ഓഫ് ദെയർ ഇന്റർ റിലേഷൻസ്. അതിൻ്റെ ഇന്റർ റിലേഷൻസ് എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താണ് കൺഫ്യൂഷൻ അടിക്കരുത്. ഇവിടെ നോക്ക്, മാക്സ് വെബറിൻ്റെ ഡെഫിനേഷനിൽ എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ ആക്ഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോഷ്യൽ ആക്ഷൻ മാക്സ് വെബറിൻ്റെ കോൺസെപ്റ്റാണ്. മാക്സ് വെബർ കൊണ്ടുവന്ന കോൺസെപ്റ്റാണ് എന്ത് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത്. മറിച്ച് അലക്സ് ഇംഗ്ലസ് എന്താണ് പറയുന്നത്? സോഷ്യോളജി ഇസ് ദി സ്റ്റഡി ഓഫ് സിസ്റ്റംസ് ഓഫ് സോഷ്യൽ ആക്ഷൻ ആണ് ആൻഡ് ഓഫ് ദെയർ ഇന്റർ റിലേഷൻ. ആ സോഷ്യൽ ആക്ഷനും അതിൻ്റെ ഇന്റർ റിലേഷനും. ഓക്കെ, അപ്പോൾ എന്താണ് അലക്സ് ഇംഗ്ലസ് അതുപോലെ മാക്സ് വെബറിൻ്റെ ഡെഫിനേഷന് സോഷ്യൽ ആക്ഷനും ഉണ്ട്, അതുപോലെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പും ഉണ്ട്. അലക്സ് ഇംഗ്ലസ് ആണെങ്കിൽ എന്താണ് സിസ്റ്റംസ് ഓഫ് സോഷ്യൽ ആക്ഷൻ ആൻഡ് ഇന്റർ റിലേഷൻസ്. ഓക്കെ, കിംബൽ യങ് ആൻഡ് Raymond W. Mack define sociology as the scientific study of social aspects of human life. എന്താണ് നമ്മുടെ ഹ്യൂമൻ ലൈഫ്, നമ്മുടെ ജീവിതത്തിൻ്റെ എന്താണ് സോഷ്യൽ ആസ്പെക്ട്സ്, സാമൂഹികപരമായ ആസ്പെക്ട്സ്, അതിനെക്കുറിച്ച് പഠിക്കുന്ന എന്താണ് സയൻസ് ആണ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ആണ് സോഷ്യോളജി എന്ന് കിംബൽ യങ്ങും റേമണ്ട് ഡബ്ല്യു മാക്കും പറയും. പിന്നെ മോറിസ് ഗിൻസ്ബർഗിൻ്റെ ഡെഫിനേഷൻ ഓഫ് ദ വേരിയസ് ഡെഫിനേഷൻസ് ഓഫ് സോഷ്യോളജി ദ വൺ ഗിവൺ ബൈ മോറിസ് ഗിൻസ്ബർഗ് സീംസ് ടു ബി മോർ സാറ്റിസ്ഫാക്ടറി ആൻഡ് കോംപ്രഹെൻസീവ്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ ഡെഫിനേഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഇനിയും കാണാത്ത കുറേ ഡെഫിനേഷൻസ് ഉണ്ട്. ഇതിലെല്ലാം നിന്ന് നോക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ നമുക്ക് ഈസി ആവുന്നതും പിന്നെ കുറച്ചുകൂടി കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഡെഫിനേഷൻസ് ആരുടെയാണെന്ന് നമ്മൾ പറയുന്നു? മോറിസ് ഗിൻസ്ബർഗിൻ്റെ ആണെന്ന് പറയുന്നു. അപ്പോൾ അത് എന്താണെന്ന് നോക്കാം. ഇതാണ് മോറിസ് ഗിൻസ്ബർഗിൻ്റെ ഡെഫിനേഷൻ. ഹി ഡിഫൈൻസ് സോഷ്യോളജി ഇൻ ദി ഫോളോയിങ് വേ. എന്താണ് ഇൻ ദി ബ്രോഡസ്റ്റ് സെൻസ്? എന്താണ് ഏറ്റവും എന്താണ് ബ്രോഡായിട്ടുള്ള സെൻസിൽ സോഷ്യോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ഇൻട്രാക്ഷൻസ്, മനുഷ്യരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇടപെടലുകൾ, നമ്മുടെ ഇൻട്രാക്ഷൻസ്, അതാണ് എന്ത് സോഷ്യോളജി എന്ന് പറയുന്നത്. അത് മാത്രമാണോ? ഇൻട്രാക്ഷൻ മാത്രമാണോ? പിന്നെന്താണ് ഇൻറ്ററാക്ഷൻ ഒന്ന്. രണ്ടാമത്തെ എന്താണ് ഇന്റർ റിലേഷൻസ്, അവർ തമ്മിലുള്ള എന്താണ് ബന്ധങ്ങൾ, അതിനെയാണ് ഇന്റർ റിലേഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദെയർ കണ്ടീഷൻസ് ആൻഡ് കോൺസിക്വൻസ്, അതിൻ്റെ എന്താണ് കണ്ടീഷൻസും അതിൽ നിന്നും ഉണ്ടാകുന്ന കോൺസിക്വൻസസും ആണെന്ത് സോഷ്യോളജി എന്ന്, സോഷ്യോളജി പഠിക്കുന്നത് എന്ന് ആര് പറയുന്നു? മോറിസ് ഗിൻസ്ബർഗ് പറയുന്നു. ഓക്കെ, അപ്പം ഇത്രയാണെന്ത് നമുക്ക് സോഷ്യോളജിയിൽ എന്താണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ എന്നാണ് ആവശ്യമുള്ള ഡെഫിനേഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഏറ്റവും ഫേമസ് ഒരു ഡെഫിനേഷൻ ഉണ്ട് മെക് ഐവറിൻ്റെ. എന്താണ് സോഷ്യോളജി is the web of social relationship അല്ലെങ്കിൽ social relations. ഇവിടുത്തെ കീവേഡ് എന്താണ്? വെബ്, WEB ആണ്. സോഷ്യോളജി ഇസ് ദി വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. എന്താണ് നമ്മളൊരു ചെലന്തി വല എന്ന് പറയുന്നത്? നമ്മൾ ചെലന്തി വല ഇങ്ങനെ കുഞ്ഞായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിരിപ്പുണ്ടായിരിക്കും. അപ്പോൾ സൊസൈറ്റിയിലുള്ള എല്ലാവരുടെയും എന്താണ് അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് അതിങ്ങനെ എന്താണ് ഒരു വെബ് പോലെയാണ് എന്ത് നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാരുടെ റിലേഷൻഷിപ്പ് ഇരിക്കുന്നതെന്ന് ആര് പറയുന്നു? മെക് ഐവർ പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതും കൂടി നിങ്ങൾ എന്താണ് നിങ്ങളുടെ നോട്ടിൽ എഴുതി വെച്ചേക്കുക. മെക് ഐവർ എന്താണ് പറഞ്ഞത്? സോഷ്യോളജി ഇസ് ദി വെബ് ഓഫ് സോഷ്യൽ റിലേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് ആര് പറഞ്ഞു? മെക് ഐവർ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻസ് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് റിവൈസ്ഡ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.